കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് ജന്തർ മന്ദിറിൽ കുറേ ദിവസമായി CJP പാർട്ടി സമരം നടത്തി വരികയാണ്. ഇന്ന് ആ സമരത്തിൽ പങ്കെടുത്തവരെ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചു. അത് സംഘർഷമായി, അതൊരു കലാപമായി മാറി. അവിടെ ടിയർ ഗ്യാസ് സെല്ലുകൾ പൊട്ടിച്ചു, ലാത്തിച്ചാർജ് ഉണ്ടായി. CBSE നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് മുന്തിയ ആവശ്യം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ സത്യാഗ്രഹം കിടന്ന വാൻചൂക്കിനെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് പോലീസ് ബലമായിട്ട് മാറ്റി. ഹോസ്പിറ്റലിൽ അദ്ദേഹം സമരം തുടരുകയാണ്. പാർലമെൻറ്റിലേക്ക് ഇവർ CJP തള്ളിക്കയറുമെന്ന് മനസ്സിലായപ്പം പോലീസ് പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പാർലമെൻറ്റിലേക്കുള്ള എല്ലാ ഗേറ്റുകളും അടച്ചു പൂട്ടി. അതോടൊപ്പം തന്നെ പോലീസ് ലാത്തിച്ചാർജ് ചെയ്തവരെ പിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പൂർവാധിക ശക്തിയോടെ സമരക്കാർ ആ ജന്തർ മന്ദിറിൽ പ്രകടനം നടത്തി. CJP നേതാവ് അഭിജിത്ത് ദീപ്കെ, പ്രകാശ് രാജ് എന്നിവരെ കസ്റ്റഡി എടുക്കാനുള്ള ഒരു ശ്രമമാണ്. നടൻ പ്രകാശ് രാജിനെ കസ്റ്റഡി എടുക്കാനുള്ള പോലീസിൻ്റെ നീക്കം പരാജയപ്പെട്ടു. ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എങ്കിലും കേരള ഹൗസ് മുതൽ ജന്തർ മന്ദിർ വരെ പോലീസും CJP പ്രവർത്തകരും തമ്മിൽ അവിടെ പോരാട്ടം തുടരുകയാണ്. ഇതിനിടയിൽ ഡൽഹി സംഘർഷത്തിന് അയവ് വരുത്താൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി CJP അംഗങ്ങൾ. 10 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ വസതി കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. CJPയെ ചർച്ചയ്ക്ക് വിളിച്ചുവെന്നും അവർ 3 ആവശ്യങ്ങളാണ് അവർ നദ്ദയുടെ മുമ്പിൽ നിരത്തിയത്. അനിശ്ചിതകാല നിരാഹാരം നടത്തിയ സോനം വാൻചൂക്കിനെ ബലപ്രയോഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹം ആശുപത്രിയിലും അവിടെ നിരാഹാരം തുടരുകയാണ്. അദ്ദേഹത്തിനെ വിട്ടയക്കണം, ഒന്നാമത്തെ ഡിമാൻഡ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നിരാശരായ പല കുട്ടികളും മരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം. ഇതാണ് CJPയുടെ ആവശ്യം. CJPയുടെ ആവശ്യത്തോട് കേന്ദ്ര ഗവൺമെൻറ് അല്പം മയമുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. എങ്കിലും കോൺഗ്രസ് ഇപ്പം CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്കിലും കേന്ദ്രഭരണത്തിനെതിരായി ആഞ്ഞടിക്കുന്ന ഒരു പ്രക്ഷോഭമാണ് ഇപ്പം നടക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് കേന്ദ്രത്തിനും നല്ലതല്ല, രാജ്യത്തിനും നല്ലതല്ല. അതുകൊണ്ട് ഇതൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കി ഈ പ്രശ്നം തീർക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന് ഇതിനിടയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടും വാർത്ത വരുന്നുണ്ട്. അദ്ദേഹം രാജിക്ക് തയ്യാറായാൽ പ്രശ്നപരിഹാരമാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് അങ്ങനെയുള്ള ചർച്ചകൾ ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. എങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറില്ല, പാർലമെൻറ്റിലേക്ക് അവർ മാർച്ച് നടത്തും എന്ന് തന്നെയാണ് സമരക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ലാത്തിച്ചാർജും ടിയർ ഗ്യാസും ഒക്കെ കേരള ഹൗസിൻ്റെ അവിടെ മുതൽ ജന്തർ മന്ദിർ വരെ അവിടെ നിറയെ ആൾക്കൂട്ടം തന്നെയാണ്. അവിടെ പ്രകാശ് രാജും വന്നു ചേർന്നിട്ടുണ്ട്. നടൻ പ്രകാശ് രാജിനെ ഏതെങ്കിലും വിധത്തിൽ അറസ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. സമരപ്പന്തലെല്ലാം പോലീസ് പൊളിച്ചു കളഞ്ഞു, തീ വെച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ സമരം അവർ എങ്ങനെയെങ്കിലും അത് ഒരു ഒത്തീർപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് രാജ്യത്തിന് നല്ലതെന്ന് ഞാൻ കരുതുന്നു. ആ രീതിയിലുള്ള നീക്കമാണ് ഇനി നല്ലത്. കേന്ദ്രമന്ത്രി രാജിവെക്കുന്നത് ഉചിതമായിരിക്കും. സമരത്തിന് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരമാകും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതായാലും ഈ CJPക്കാർ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ അവരുടെ ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സമരം രമ്യതയെ കൊണ്ടുവന്നായിരിക്കും രാജ്യത്തിന് നല്ലത്. രാജ്യത്തിൻ്റെ സുരക്ഷതയ്ക്ക് അത് തന്നെയാണ് നല്ലത് എന്ന് ഞാൻ കരുതുന്നു.